എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് മെയ് 23 മുതൽ മെയ് 27 തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ +2വിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ച് ചോദിച്ച എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അതായത് ഈ ഒരു +2വിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ആർക്കൊക്കെയാണ് പരീക്ഷ എഴുതാൻ പറ്റുക, അതുപോലെ തന്നെ +1ൻ്റെ ഈ ഒരു സബ്ജക്റ്റ് ഈ ഒരു പരീക്ഷയോടൊപ്പം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സേ എഴുതാൻ പറ്റുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പരീക്ഷയുടെ പേര് എന്ന് പറയുന്നത് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്നാണ്. അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ സേ പരീക്ഷ എഴുതാം, അതല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എഴുതാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് +2വിൻ്റെ പരീക്ഷയാണ്. അതുപോലെ തന്നെ സേയും അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പരീക്ഷയിൽ +1ൻ്റെ പരീക്ഷ എഴുതാനായിട്ട് പറ്റില്ല, +2വിൻ്റെ പരീക്ഷ മാത്രമേ എഴുതാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് സേ എഴുതാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എഴുതാം. +2 ജയിച്ചിട്ടുള്ള ഒരു നിലവിൽ ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ട്, എന്നാൽ മാർക്ക് കുറവാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി റീവാലുവേഷൻ കൊടുക്കുക. അതുകൂടാതെ തന്നെ നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. DHSCയുടെ സ്പെഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നിലധികം സബ്ജക്റ്റ് വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ എത്ര വിഷയം എഴുതാം എന്നുള്ളതാണ്. സേ പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ +2വിന് എത്ര വിഷയം തോറ്റിട്ടുണ്ടോ അത്രയും വിഷയം നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാൻ പറ്റും. അതായത് മാക്സിമം നിങ്ങൾക്ക് 6 വിഷയമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 6 വിഷയവും നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് സേ പരീക്ഷ എത്ര എണ്ണമാണ് എഴുതാൻ പറ്റുക. അതായത് മാക്സിമം 6 എണ്ണം വരെ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് ആകെ 6 സബ്ജക്റ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 6 സബ്ജക്റ്റിൻ്റെ ഇത് വേണമെങ്കിലും എഴുതാവുന്നതാണ്. അതുപോലെ +2വിൻ്റെ പരീക്ഷയ്ക്ക് ഏത് ചാപ്റ്ററിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് പാഠഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ പഠിക്കേണ്ടതെന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് +2വിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് +2വിൻ്റെ സബ്ജക്റ്റ്, അതായത് +2 സെക്കൻഡ് ഇയറിലെ സബ്ജക്റ്റിൻ്റെ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ, അല്ലാതെ +1 എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം +2വിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ +2വിൻ്റെ പാഠഭാഗത്ത് നിന്ന്, അതായത് സെക്കൻഡ് ഇയറിലെ പാഠഭാഗങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, അല്ലാതെ ഫസ്റ്റ് ഇയറിലെ പാഠഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് ആയിരിക്കില്ല. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ഈ ഒരു +2വിൻ്റെ സേ എഴുതണോ അല്ലെങ്കിൽ +1ൻ്റെ സേ എഴുതണോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എഴുതണോ എന്നിങ്ങനെയുള്ള നിങ്ങൾക്കുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതായത് നിങ്ങൾ ആദ്യം തന്നെ ഏത് വർഷത്തെ സബ്ജക്റ്റിലാണ് ഇപ്പോൾ തോറ്റിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ റിസൾട്ടിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ള വിദ്യാർത്ഥികൾ മാത്രം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോറ്റിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റിനാണോ തോറ്റത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് TE മാർക്ക് മാത്രമേ ഉള്ളൂ. CE ഇല്ലാത്ത വിദ്യാർത്ഥികൾ, CE അല്ല TE മാർക്ക് ഉണ്ട്, എന്നാൽ ഗ്രേസ് മാർക്ക് ഇല്ല. അതായത് TE എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ കിട്ടിയിട്ടുള്ള മാർക്കാണ്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ ആണെങ്കിൽ TE മാർക്ക് ഉണ്ടാവും, അതായത് പരീക്ഷയുടെ മാർക്ക് ഉണ്ടാവും, ഗ്രേസ് മാർക്ക് ഉണ്ടാവും, എന്നാൽ നിങ്ങൾ തോറ്റിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഇത് കൂട്ടിയിട്ട്, അതായത് ഈ ഒരു പരീക്ഷയുടെ മാർക്ക് മാത്രം ജയിക്കാനുള്ള വിദ്യാർത്ഥി TEയുടെ മാർക്ക് മാത്രം നോക്കുക. അതിൽ നിങ്ങൾക്ക് 60ൽ 36 കിട്ടിയിട്ടുണ്ടോ, 80ൽ 48 കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഈ ഒരു TE മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് ടോട്ടലിൽ, അതായത് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും മാർക്ക് കൂട്ടിയിട്ടുള്ള ഗ്രാൻഡ് ടോട്ടലിൽ TE മാർക്കിനത്തിൽ 60ൽ 36 കിട്ടിയിട്ടുണ്ടോ 80ൽ 48 കിട്ടിയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. കാരണം ചില വിദ്യാർത്ഥികൾക്ക് C+, CO അല്ലെങ്കിൽ D+ ഒക്കെ കിട്ടിയിട്ടും ചില വിദ്യാർത്ഥികൾ തോറ്റിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, അല്ലാതെ Dയും Eയും മാത്രമല്ല തോൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത് വെരിഫൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ TE മാർക്കിനത്തിൽ 60ൽ 36 കിട്ടിയിട്ടുണ്ടോ 80ൽ 48 കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു കിട്ടാത്ത സബ്ജക്റ്റ് എല്ലാം സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുക. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവർക്ക് ഈ ഒരു TE, അതായത് ഈ ഒരു പരീക്ഷയുടെ മാർക്കും ഉണ്ടാവും, ഗ്രേസ് മാർക്കും ഉണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളും ചിലപ്പോൾ തോറ്റിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു TE മാർക്കും, അതായത് പരീക്ഷയുടെ മാർക്കും അതുപോലെ ഗ്രേസ് മാർക്കും കൂട്ടിയിട്ട് 60ൽ 36 ഉണ്ടോ 80ൽ 48 ഉണ്ടോ നോക്കുക. അങ്ങനെ ഇല്ലാതെ എല്ലാ സബ്ജക്റ്റും നിങ്ങൾ ഈ ഒരു സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളത്. അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് നിങ്ങളുടെ +2വിൻ്റെ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടാണ് ആവശ്യമായിട്ടുള്ളത്. അതായത് ഇപ്പോൾ വന്നിട്ടുള്ള, അതായത് ഇന്ന് വന്നിട്ടുണ്ടായിരുന്ന +2വിൻ്റെ ഈ ഒരു റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടാണ് വേണ്ടത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമാണ് വേണ്ടത്. ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമാണ്. അതുപോലെ തന്നെ പരീക്ഷാ ഫീസും ആവശ്യമാണ്. അപ്പോൾ ഇത്രയും മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ ഏത് സ്കൂളിലാണോ മാർച്ച് മാസത്തിലെ പരീക്ഷയ്ക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷയും അപേക്ഷാ ഫോമും അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് അതുകൂടി നൽകേണ്ടത്. ഇനി വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ആദ്യം സേ പരീക്ഷയുടെ നോക്കാം, അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ എന്നിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു സേയുടേത് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ സേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 6 വിഷയം വരെ, അതായത് 6 സബ്ജക്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് അല്ല സേ പരീക്ഷ എഴുതാവുന്നതാണ്. +2 തോറ്റൊരു വിദ്യാർത്ഥിക്ക് സേ പരീക്ഷ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, ഇംപ്രൂവ്മെൻറ്റ് പറ്റുന്നതല്ല. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഒന്നുകിൽ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, അല്ലാതെ രണ്ടും ഒരുമിച്ച് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ സേ പരീക്ഷയാണ് എഴുതേണ്ടത്. 6 വിഷയം വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ സേ പരീക്ഷ എഴുതാവുന്നതാണ്. ഇനി ഫീസ് എന്ന് പറയുന്നത് 150 രൂപ പെർ സബ്ജക്റ്റാണ് ഈ ഒരു തിയറി പേപ്പർ മാത്രം, അതായത് തിയറി പരീക്ഷ മാത്രം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് വരിക. അതേസമയം നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാനായിട്ട് അതോടൊപ്പം തിയറിയുടെ ഫീസും കൂടി ടോട്ടൽ 125 രൂപ പെർ സബ്ജക്റ്റാണ് ആ ഒരു സബ്ജക്റ്റിന് ഫീസ് ഇനത്തിൽ വരിക. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കൽ എഴുതുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾക്ക് അത് സ്പെസിഫൈ ചെയ്യാനുള്ള ഭാഗത്ത് പ്രാക്ടിക്കൽ എന്നത് കൂടി കൃത്യമായിട്ട് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി എക്സ്ട്രാ ആയിട്ട് വരുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ സേ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടിൽ ഉറപ്പായിട്ടും, അതായത് നമ്പർ ഓഫ് ചാൻസ് എന്നുള്ള ഭാഗത്ത് ഒരു ചാൻസ് കൂടുന്നതായിരിക്കും. സാധാരണഗതിയിൽ +2 ആദ്യമായിട്ട് പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് 1 എന്നാണ് ഉണ്ടാവുക. എന്നാൽ നിങ്ങൾ സേ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമ്പർ ഓഫ് ചാൻസ് 2 എന്ന് കാണിക്കുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷയം മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. എന്തെങ്കിലും ഈ ഒരു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒന്നിലധികം സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു വിഷയത്തിന് 500 രൂപയാണ് ഫീസ് വരിക. അതോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി വരുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ സേ പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ചാൻസ് കൂടുമെന്ന് പറഞ്ഞു. അതേസമയം ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ നമ്പർ ഓഫ് ചാൻസ് 1 തന്നെയാണ് ഉണ്ടാവുക. ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്നത് മാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, സേ പരീക്ഷ എഴുതുന്നത് നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുകൊണ്ടാണ് ഈ ഒരു നമ്പർ ഓഫ് ചാൻസ് ഇംപ്രൂവ്മെൻറ്റിൽ 1 എന്ന് കാണിക്കുന്നതും സേയിൽ നിങ്ങൾ എത്ര പ്രാവശ്യം സേ എഴുതുന്നു അതിനനുസരിച്ച് ചാൻസ് നമ്പർ കൂടുകയും ചെയ്യുന്നത്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ ഒരു പരീക്ഷയ്ക്ക് ആർക്കൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ആർക്കൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 മാർച്ച് മാസത്തിലെ +2 പബ്ലിക് എക്സാമിനേഷനിൽ രജിസ്ട്രേഷൻ ചെയ്ത ആർക്കും ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ +2വിൻ്റെ പബ്ലിക് എക്സാമിനേഷനിൽ ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ +1ൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. അതുപോലെ +2വിൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ +1 രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് +2വിൻ്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞു തരാം. കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 വർഷ രജിസ്ട്രേഷനാണ് വരിക. അതായത് ഒരു വിദ്യാർത്ഥി +1ൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ +2 സബ്ജക്റ്റ് കൂടി ആ ഒരു സെയിം സബ്ജക്റ്റ് +2വിന് കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അതുപോലെ ഒരു വിദ്യാർത്ഥി +2വിന് കമ്പാർട്ട്മെൻറ്റിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ +1ൻ്റെ സെയിം സബ്ജക്റ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. ഇതാണ് ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗം എഴുതിയ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് +2വിൻ്റെ പരീക്ഷ സേ പരീക്ഷ എഴുതാനായിട്ട് പറ്റും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നത് റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. അതായത് റെഗുലർ വിഭാഗം എന്ന് പറയുമ്പോൾ തന്നെ ഈ വർഷം +2 പരീക്ഷ ആദ്യമായിട്ട് എഴുതിയ വിദ്യാർത്ഥികളിൽ ജയിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ മെയ് 27-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. അതായത് ഏകദേശം 4 ദിവസത്തോളം മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനുള്ള സമയപരിധി ഉള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മെയ് 27-ാം തീയതിക്ക് ശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് മെയ് 29-ാം തീയതി വരെ നിങ്ങൾ അടക്കുന്ന അപേക്ഷാ ഫീസിനോടൊപ്പം 600 രൂപ എക്സ്ട്രാ ഫീസിന്, അതായത് എക്സ്ട്രാ പേ ആയിട്ട് നിങ്ങൾക്ക് അതോടൊപ്പം ഈ ഒരു 600 രൂപ ഫൈനായിട്ട് നിങ്ങൾക്ക് അടക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ 600 രൂപ വെറുതെ കളയാതെ മെയ് 27-ന് മുമ്പായിട്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് മെയ് 27-ാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സുവോളജി, അതായത് ഈ ഒരു ബയോളജി പരീക്ഷ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നൊരു വിദ്യാർത്ഥി നിർബന്ധമായിട്ടും സുവോളജിയും അതുപോലെ ബോട്ടണിയും പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിക്കാൻ നിങ്ങളുടെ മികച്ച സ്കോറാണ് പരിഗണിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയത്തിലേക്ക് വരാം. ഞാൻ +1 പരീക്ഷയാണോ, +1ൻ്റെ സേ ആണോ എഴുതേണ്ടത്, +2വിൻ്റെ സേ ആണോ എഴുതേണ്ടത്, അതല്ലെങ്കിൽ എനിക്ക് +1ൻ്റെ സേ പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷ എന്ന് പറയുന്നത് +2വിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് ഇപ്പോൾ എഴുതാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ എനിക്കിപ്പോൾ കെമിസ്ട്രി പരീക്ഷയിൽ +1ന് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 10 മാർക്കാണെന്ന് വിചാരിക്കുക.
അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ പരീക്ഷയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് എനിക്ക് ഒരു 30 മാർക്ക് കെമിസ്ട്രി കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു TE മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു സബ്ജക്റ്റ് വേണമെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ കെമിസ്ട്രി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി ചില വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇതുപോലെ ആയിരിക്കില്ല ഉണ്ടാവുക. ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പ്ലസ് 1 കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് 18 മാർക്കായിരിക്കും. എന്നാൽ പ്ലസ് 2 കിട്ടിയിട്ടുള്ളത് ജസ്റ്റ് ഒരു 11 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. അതായത് ഇവിടെ 7 മാർക്കിൻ്റെ കുറവ് പ്ലസ് 2 വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥി ചെയ്യേണ്ടത് പ്ലസ് 2 സേ പരീക്ഷ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതുക. ഇനി അടുത്തത് ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതായത് പ്ലസ് 1 അതുപോലെ തന്നെ പ്ലസ് 2 അതുപോലെ കെമിസ്ട്രി 60 മാർക്ക്. അപ്പോൾ അതിൽ ജയിക്കാനായിട്ട് 36 മാർക്കാണ് ടോട്ടലായിട്ട് വേണ്ടത്. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. പ്ലസ് 1 10 മാർക്കേ ഉള്ളൂ, എന്നാൽ പ്ലസ് 2 18 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് പ്ലസ് 2 ഇവിടെ ജയിച്ചിട്ടുണ്ട്, എന്നാൽ പ്ലസ് 1 തോറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏത് വർഷത്തെ പരീക്ഷയാണ് എഴുതേണ്ടി വരിക എന്നാണ് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് സബ്ജക്റ്റിനെ ജയിക്കാൻ വേണ്ട, അതായത് 60-ൽ 36 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്, 80-ൽ 48 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എത്രയാണ് ജയിക്കാൻ വേണ്ടത്, ഈ ഒരു സബ്ജക്റ്റ് ഏതാണോ ആ ഒരു സബ്ജക്റ്റിന് ജയിക്കാനായിട്ട് 2 വർഷം കൂടി ജയിക്കാൻ എത്ര മാർക്ക് വേണം, അതിൽ നിന്നും പ്ലസ് 1 കിട്ടിയ മാർക്ക് കുറക്കുക. അതായത് 36-ൽ നിന്നും പ്ലസ് 1 കിട്ടിയ 10 മാർക്ക് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ഈ ഒരു 30 മാർക്കല്ല, അതായത് 26 മാർക്കാണ്. അപ്പോൾ ഈ 26 മാർക്ക് നിങ്ങൾക്ക് പ്ലസ് 2 സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ, അതായത് പ്ലസ് 2 സേ പരീക്ഷയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ല, പ്ലസ് 1 പരീക്ഷ തന്നെ നിങ്ങൾ എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് 1 പരീക്ഷ, അതായത് പ്ലസ് 1 പരീക്ഷ എന്ന് പറയുമ്പോൾ ഇനി 2026 നടക്കുന്ന പ്ലസ് 1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒന്നുകിൽ പ്ലസ് 2 സേ പരീക്ഷ എഴുതി ജയിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അത് പറ്റില്ല, പ്ലസ് 1 തന്നെ എഴുതണം എന്നുണ്ടെങ്കിൽ പ്ലസ് 1 പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഏത് മാസം വേണമെങ്കിലും വരാം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പ്ലസ് 1 പബ്ലിക് എക്സാമിനേഷനിൽ, അതായത് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു സബ്ജക്റ്റിൻ്റെ പ്ലസ് 1 ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയോടൊപ്പമുള്ള പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷമാണ് പിന്നീട് ആ ഒരു പ്ലസ് 1 സബ്ജക്റ്റിൻ്റെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത്, ആ ഒരു മാർക്ക് നിങ്ങൾക്ക് പ്ലസ് 2 സേ പരീക്ഷയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാം. ഇനി അതല്ല പ്ലസ് 1 നിങ്ങൾ തോറ്റിട്ടുള്ളത്, അങ്ങനെയെങ്കിൽ പ്ലസ് 1 പരീക്ഷ മാത്രമേ നിങ്ങൾ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് പ്ലസ് 1 പബ്ലിക് എക്സാമിനേഷൻ അടുത്ത വർഷത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത്, അതായത് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരീക്ഷാ രജിസ്ട്രേഷൻ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും വരാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാക്ടിക്കൽ പരീക്ഷ എല്ലാ വിദ്യാർത്ഥികളും സേ പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷ വിദ്യാർത്ഥികൾ സേ പരീക്ഷയായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു തവണ നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷ, അതായത് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല. പ്രാക്ടിക്കൽ പരീക്ഷ ഇതുവരെ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റേത് അറ്റൻഡ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമേ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതേണ്ടതായിട്ടുള്ളൂ. പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങളുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുക. ജൂൺ 4-5 തീയതികളിലായിട്ടാണ്, അതായത് ജൂൺ 4-5 തീയതികളിലായിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു ഡേറ്റും കാര്യങ്ങൾ ഓർക്കുക. അതുപോലെ സ്കൂളിൽ നിന്ന് ഹാൾ ടിക്കറ്റ് വാങ്ങിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ജൂൺ 4-5 തീയതികളിലായിട്ടാണ് ഈ ഒരു പ്രാക്ടിക്കൽ സേ പരീക്ഷ നടക്കുന്നത്. നിങ്ങളുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിലാണ് പരീക്ഷ ഉണ്ടാവുക. ഇനി വിദ്യാർത്ഥികളുടെ സേ പരീക്ഷ എപ്പോഴാണ്, ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ സേയും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും ആരംഭിക്കുന്നത് ജൂൺ 23-ാം തീയതി മുതലാണ്. ജൂൺ 23 മുതൽ ജൂൺ 27-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു പരീക്ഷ നടക്കുന്നത്. നിങ്ങളുടെ ജില്ലയിലെ ക്ലബ്ബുകളാക്കിയിട്ട്, അതായത് ഏകദേശം 3-4 സ്കൂളുകളെ ക്ലബ്ബുകളാക്കി അതിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിലാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്കൂളിൽ പോയിട്ടാണ് നിങ്ങൾ ഈ ഒരു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതേണ്ടത്. സേ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഒരേ ടൈം ടേബിൾ പ്രകാരമാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇതിൻ്റെ ഫീസിലും അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ ആ ഒരു കാര്യത്തിലും മാത്രമാണ് വ്യത്യാസം വരുന്നത്. അതായത് നമ്പർ ഓഫ് ചാൻസിൻ്റെ കാര്യത്തിലും മാത്രമാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് 2 സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട സംശയങ്ങൾ മാറിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾക്ക് പോളിടെക്നിക്ക്, അതുപോലെ തന്നെ ITI അതുപോലുള്ളവയ്ക്ക് അപേക്ഷ സമർപ്പിക്കാം പ്ലസ് 2 തോറ്റിട്ടുണ്ടെങ്കിൽ കൂടി. അതുപോലെ തന്നെ നിങ്ങൾ പ്ലസ് 2 ജയിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാരണം ഇമ്പ്രൂവ്മെൻറ്റ് എന്നതുകൊണ്ട് പല വിദ്യാർത്ഥികളും അപേക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. അപേക്ഷിക്കാൻ പറ്റുന്നതാണ്.
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് പ്ലസ് ടു സെയർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ട് ജയിച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഡിഗ്രി അഡ്മിഷൻ കംപ്ലീറ്റ് ആകുമോ എന്നുള്ളത്. അപ്പോൾ ഡിഗ്രി അഡ്മിഷൻ ഒരിക്കലും കംപ്ലീറ്റ് ആവുന്നതല്ല. കാരണം ആ ഒരു സമയത്തും ഡിഗ്രി അലോട്ട്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും അതർ 10 അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ലേറ്റ് രജിസ്ട്രേഷൻ വിഭാഗത്തിലായിട്ടോ രജിസ്ട്രേഷൻ ചെയ്ത് ഡിഗ്രി അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിലവിൽ നിങ്ങൾ പോളിടെക്നിക് കോഴ്സുകളിലേക്കുള്ള അപേക്ഷകളൊക്കെ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജൂൺ 10-ാം തീയതി വരെയാണ് പോളിടെക്നിക് കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ മെയ് 21-ാം തീയതിക്കുള്ളിൽ സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് എത്ര വിഷയമാണ് എഴുതാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. 6 വിഷയം വരെ വേണമെങ്കിൽ സേ എഴുതാം. ഇമ്പ്രൂവ്മെൻറ്റ് 1 വിഷയമാണ് എഴുതാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഗൾഫിൽ ഈ ഒരു പ്ലസ് ടു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ കേരളത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയൽ രേഖ ആവശ്യമാണ്. തിരിച്ചറിയൽ രേഖയിൽ നിങ്ങൾ ഗൾഫിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന സ്കൂളിൽ നിന്നുള്ള സീലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സ്കൂളിൽ നിന്നുള്ള പ്രിൻസിപ്പൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേരളത്തിൽ ഏത് സെൻറ്ററിലാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങളുടെ ആ ഒരു സ്കൂളിലെ അതായത് പ്രിൻസിപ്പൽ കൃത്യമായിട്ട് അറിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സ്കൂൾ മുഖാന്തരം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം 2025 ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതായത് പബ്ലിക് എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുന്നതല്ല. കാരണം 2025 മാർച്ച് മാസത്തിലെ +1 അല്ലെങ്കിൽ +2 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ടോ അല്ലെങ്കിൽ റെഗുലർ വിഭാഗത്തിലായിട്ടോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. അപ്പോൾ 2025 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ 2026 പബ്ലിക് എക്സാമിനേഷന് ഏകദേശം ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഏത് മാസത്തിലും രജിസ്ട്രേഷൻ വന്നേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. dhsc.kerala.gov.in എന്നുള്ള DHSC പോർട്ടലിലാണ് സർക്കുലർ വരിക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കുക. നിലവിൽ ഈ ഒരു 2025 മാർച്ച് മാസത്തിൽ നടന്ന +1 +2 കമ്പാർട്ട്മെൻറ്റൽ അല്ലെങ്കിൽ +2 റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾ എന്നിവരോടൊപ്പം പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾക്കും റെഗുലർ വിഭാഗത്തിൽ ജയിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അതുപോലെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ ജയിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.